നമ്മുടെ സൽമാൻ ഖാൻ ആളൊരു മസിൽമാൻ മാത്രമല്ല കേട്ടോ, ഒരു ചെറിയ എഴുത്തുകാരനും കൂടെയാണ്. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു താല്പര്യം. ഇതുപോലെ സൽമാൻ ഖാനെ കുറിച്ച് ചില രസകരമായിട്ടുള്ള ഫാക്റ്റുകളുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. ബോളിവുഡിൻ്റെ ഭായ്ജാനെക്കുറിച്ച്. സൽമാൻ ഖാന് പണ്ട് മുതലേ ഒരു റൈറ്റർ ആകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ചില സിനിമകൾക്ക് അദ്ദേഹം കഥയും എഴുതിയിട്ടുണ്ട്. വീർ, ചന്ദ്രമുഖി എന്നീ സിനിമകൾക്കാണ് അദ്ദേഹം കഥ എഴുതിയിരിക്കുന്നത്. ചന്ദ്രമുഖി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ചന്ദ്രമുഖി അല്ല കേട്ടോ, ഹിന്ദിയിൽ ഒരു ചന്ദ്രമുഖി ഉണ്ടായിരുന്നു. അത് കഥ എഴുതിയേക്കുന്നത് സൽമാൻ ഖാനാണ്. സൽമാൻ ഖാൻ്റെ ഫസ്റ്റ് സിനിമയായിട്ട് എല്ലാവരും പറയുന്നത് മേനെ പ്യാർ കിയയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അതല്ല. സിനിമാ ലോകത്തിലേക്ക് അദ്ദേഹം വന്നത് 1988 ഇറങ്ങിയ BV ഹോത്തോ ഐസി എന്നൊരു സിനിമയിലായിരുന്നു. പ്രധാന നടനൊന്നും അല്ലായിരുന്നു, ഒരു സപ്പോർട്ടിംഗ് റോളായിരുന്നു. അവിടെ നിന്നാണ് സൽമാൻ ഖാൻ്റെ ഫിലിം കരിയറിൻ്റെ തുടക്കം. നമുക്ക് ഓരോ ആളുകൾക്കും ചില വസ്തുക്കളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും. എനിക്ക് വന്നിട്ട് ഈ ഫൗണ്ടൻ പെന്നുകൾ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കതുപോലെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ? അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതുപോലെ സൽമാൻ ഖാനും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും മുന്തിയനം ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വലിയ എന്തോ വാച്ചോ വണ്ടിയോ വല്ലതും ആയിരിക്കും. ഒന്നുമല്ല, സോപ്പുകൾ. ആശാൻ ഈ സോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരുപാട് സോപ്പുകൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുമെന്നാണ് പറയുന്നത്. സൽമാൻ ഖാൻ സിനിമയല്ലായിരുന്നെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ ആയിരുന്നേനെ? ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പ്രൊഫഷണൽ സ്വിമ്മർ ആയേനെന്ന്. കാരണം പണ്ട് മുതലേ ഈ സ്വിമ്മിങ്ങിൽ നല്ല എക്സ്പേർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വിമ്മിങ്ങിൽ, അതായത് ഇപ്പോൾ ഒരു അത്ലറ്റായിട്ടൊക്കെ അദ്ദേഹത്തിന് പോകാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ സൽമാൻ ഖാൻ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇദ്ദേഹത്തിന് ട്രൈജെമിനൽ ന്യൂറാൽജിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ ട്രൈജെമിനൽ ന്യൂറാൽജിയ എന്ന് പറയുന്നത് മുഖത്ത് വരുന്ന ഒരു നെർവിന് വരുന്ന ഒരു അസുഖമാണ്. ഇത് വരുന്ന ആളുകൾക്ക് ഭയങ്കര വേദനയായിരിക്കും എന്നാണ് പറയുന്നത്. അത് സഹിക്കാൻ കഴിയാത്ത വേദന വരുമെന്നാണ് പറയുന്നത്. അങ്ങനൊരു ബുദ്ധിമുട്ട് സൽമാൻ ഖാനുണ്ട്. ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് ചൈനീസ് ഫുഡാണ്. ഇനി ബോളിവുഡിൻ്റെ സിനിമകളിലേക്ക് പോകുമ്പോഴത്തേക്കും വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ബാസിഗർ എന്ന് പറയുന്ന. വളരെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ ബാസിഗറിലെ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഈ ബാസിഗർ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് സൽമാൻ ഖാനെയായിരുന്നു. അന്ന് സൽമാൻ ഖാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ടേൺ ഡൗൺ ചെയ്തതാണത്. 1991 സമയത്ത് വളരെ ലീനായിട്ടുള്ള ഒരാളായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം 35 റൊട്ടിയൊക്കെ കഴിക്കുമായിരുന്നു എന്ന്. എങ്ങനെ സാധിക്കുന്നതെന്തോ. അപ്പം അതിൽ കൂടുതൽ കഴിക്കുന്ന ആളുകൾ കാണും, പക്ഷേ അത്രത്തോളം പുള്ളി കഴിക്കുമായിരുന്നു. പിന്നെ ഇതിനൊക്കെ പുറമെ നല്ല ഒന്നാന്തരം ഒരു പെയിൻറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നല്ല ഒറിജിനൽ ആർട്ടിസ്റ്റ്, ഈ ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഒറിജിനൽ സാധനം പുള്ളിക്കാരുടെ വീട്ടിൽ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പെയിൻറ്റിങ്ങിലും ഒരു കമ്പമുള്ള ആളാണ്. അപ്പം മസിൽ മാത്രമല്ല, കലയിലും അതുപോലെ തന്നെ എഴുത്തിലുമൊക്കെ താല്പര്യമുള്ള സൽമാൻ ഖാൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.